തുടങ്ങി 8ഓളം പ്രതികളും ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇതാ വിധി പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ വരികയാണ്. ഇതാ ആറാം പ്രദീപ് കുറ്റക്കാരൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ആറാം പ്രതി പ്രദീപ് കുറ്റക്കാരൻ, പൾസർ സുനി ഒന്നാം പ്രതി കുറ്റക്കാരൻ, മാർട്ടിൻ ആന്റണി രണ്ടാം പ്രതി കുറ്റക്കാരൻ, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. ഒന്നാം പ്രതി പൾസർ സുനി കുറ്റക്കാരൻ, ഒന്നാം പ്രതിയായ പൾസർ സുനി കുറ്റക്കാരനാണ് എന്ന് കോടതി. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി കുറ്റക്കാരനാണ് എന്ന് കോടതി. മൂന്നാം പ്രതി ബി മണികണ്ഠൻ കുറ്റക്കാരനാണ് എന്ന് കോടതി. ബി മണികണ്ഠൻ മൂന്നാം പ്രതി കുറ്റക്കാരൻ. ഒന്നാം പ്രതി പൾസർ സുനി കുറ്റക്കാരൻ. നാലാം പ്രതി വി പി വിജീഷ് കുറ്റക്കാരൻ. നാലാം പ്രതി വി പി വിജീഷ് കുറ്റക്കാരൻ. അഞ്ചാം പ്രതി വടിവാൾ സലീം കുറ്റക്കാരനാണ്. അഞ്ചാം പ്രതി വടിവാൾ സലീം കുറ്റക്കാരൻ. ആറാം പ്രതി പ്രദീപ് കുറ്റക്കാരൻ. ആറാം പ്രതി പ്രദീപ് കുറ്റക്കാരൻ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ആറാം പ്രതി പ്രദീപ് കുറ്റക്കാരൻ. കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്നാണ് കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. കൂട്ടബലാത്സംഗം നടന്നു, ആ കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്ന് കോടതി കൃത്യമായും സൂചിപ്പിച്ചിരിക്കുന്നു. നടന്നത് കൂട്ടബലാത്സംഗം തന്നെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നു. പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്നും കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. കൂട്ടബലാത്സംഗം കൃത്യമായും തെളിഞ്ഞിരിക്കുന്നു. നടന്നത് കൃത്യമായ കൂട്ടബലാത്സംഗമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പൾസർ സുനിയും മാർട്ടിൻ ആന്റണിയും ബി മണികണ്ഠനും വി പി വിജീഷും ഒപ്പം തന്നെ അഞ്ചാം പ്രതി വടിവാൾ സലീമും കുറ്റക്കാരനാണ്. ആറാം പ്രതിയായ പ്രദീപ് അടക്കം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി കൃത്യമായും സൂചിപ്പിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദിലീപ് 8ആം പ്രതി വെറുതെ വിടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപിന് ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ള വാർത്തയാണ് കോടതി മുറിയിൽ നിന്ന്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന്റെ മുറിയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് 8ആം പ്രതി വെറുതെ വിടപ്പെട്ടിരിക്കുന്നു. ദിലീപ് വെറുതെ വിടപ്പെട്ടിരിക്കുന്നു. ദിലീപിന് ഇനി ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷം. ദിലീപ് വെറുതെ വിടപ്പെട്ടിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തൻ. ദിലീപ് കുറ്റവിമുക്തൻ. ദിലീപ് കുറ്റവിമുക്തൻ. 8ആം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ആശ്വാസം, ആനന്ദം ഒരുപക്ഷേ എന്ന് ദിലീപിനെ കുറിച്ച് പറയാം. പക്ഷേ അതിജീവിതയ്ക്കൊപ്പം നിന്നവരെ സംബന്ധിച്ചിട്ട് ദിലീപാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാരൻ. ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള റേപ്പ് കൊട്ടേഷൻ നടത്തിയ വ്യക്തി, അയാൾ പിടിയിലാവണമെന്ന് ആഗ്രഹിച്ചവരെ സംബന്ധിച്ചിട്ട് വലിയ നിരാശയിലേക്ക് പോകുന്ന നിമിഷങ്ങളാണ് ഈ വാർത്തയിൽ നിന്ന് ഈ നിമിഷം പറയാൻ കഴിയുന്നത്. 8ആം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. 2017 ഫെബ്രുവരി 17 നിന്ന് ഇന്നത്തെ ഈ ദിവസം ഏറ്റവും വലിയ ആശ്വാസത്തിലേക്ക് ദിലീപ് കടന്നിരിക്കുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനി മേൽക്കോടതികളിലേക്ക് പോയാൽ പോലും ആ മേൽക്കോടതി നടപടികളെ സധീരം നേരിടാനുള്ള ആത്മവിശ്വാസം ഒരുപക്ഷെ ദിലീപിന് ലഭിച്ചുവെന്നും വന്നേക്കും. 8ആം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നും കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്നും സൂചിപ്പിക്കുമ്പോൾ, പ്രേരണാ കുറ്റം നിലനിൽക്കും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴും എന്തിന് കൂട്ടബലാത്സംഗം ചെയ്തു? ആ കൂട്ടബലാത്സംഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒന്നല്ല. അതിൻ്റെ പിറകിലൊരു ആസൂത്രകൻ ഉണ്ടോ എന്നുള്ള കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറഞ്ഞോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രസ്താവത്തിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചാൽ മാത്രമേ
നമ്മൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു, ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു, ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ഗൂഢാലോചന എല്ലാ പ്രധാനപ്പെട്ട കേസുകളിലും തെളിയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഗൂഢാലോചന എന്ന് പറയുന്നത് അടച്ചിട്ട മുറിയിലോ അല്ലെങ്കിൽ ഫോണിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലൂടെയോ നടക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് തെളിവുകൾ അതിന് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്രാഗൽഭ്യത്തോടുകൂടി തെളിയിച്ച് അതിൻ്റെ വസ്തുതകൾ, സാഹചര്യ തെളിവുകളെല്ലാം ഒരുമിച്ച് കൃത്യം വരുമ്പോഴാണ് ഒരു ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടുന്നത്. അത് കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. അതേസമയത്ത് തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്, ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നു, കൂട്ടബലാത്സംഗം നടന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. പക്ഷേ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ച അവർ കുറ്റക്കാരാണ് എന്നുള്ള കോടതിയുടെ വിധിയേക്കാളും ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 7 വർഷത്തെ നിയമ പോരാട്ടത്തിനും തലതാഴ്ത്തിയുള്ള ജീവിതത്തിനും ശേഷം ഇന്നത്തെ ദിവസം ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം ദിലീപിനെ സംബന്ധിച്ചിട്ടും, ദിലീപിനെ പ്രിയപ്പെടുന്നവരെ സംബന്ധിച്ചിട്ടും, ദിലീപിൻ്റെ ആരാധകരെ സംബന്ധിച്ചിട്ടും, ദിലീപിനെ ഇഷ്ടത്തോടുകൂടി കരുതുന്നവരെ സംബന്ധിച്ചിട്ടും, ദിലീപ് പാവമാടാ എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിട്ടുമൊക്കെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഇടങ്ങളിൽ നിന്ന് പടക്കം പൊട്ടിക്കലുകളോ മറ്റോ പ്രതീക്ഷിക്കാം, ലഡു വിതരണങ്ങൾ പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ആണ് ദിലീപിൻ്റെ 8ാം പ്രതി ആയിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള ഈ വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ടും ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നാം കാണേണ്ടതുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ആശങ്കയുണ്ടായിരുന്ന, അതായത് അതിജീവിതയെ സംബന്ധിച്ചിട്ടും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമോ, കുറ്റവിമുക്തനാക്കപ്പെടുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ ഗൂഢാലോചന, ഏതോ ഒരു രഹസ്യ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ ഉള്ള എല്ലാ മുൻകൈയും എടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് എങ്ങനെ ചെയ്തു, അത് സംശയലേശമെന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത്. ഗൂഢാലോചന നടന്നതിന് തെളിവില്ല, ആ തെളിവുകൾ കൃത്യമായി സംശയലേശമെന്നെ നിരത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടുന്നു, 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. പൾസർ സുനി അടക്കമുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. അതുല്യ ചേരുന്നു കോടതിയിൽ നിന്ന്, പറയൂ. ബനേഷ്, ഇപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കുറ്റം തെളിഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ പരമാവധി, അതായത് ചുമത്തിയിട്ടുള്ള ഭൂരിഭാഗം കുറ്റങ്ങളും എല്ലാ രീതിയിലും തെളിഞ്ഞു എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ മുഴുവൻ കണ്ടെത്തലുകളും ശരിവെച്ചിട്ടുണ്ട്. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നേരെയുള്ള മുഴുവൻ കണ്ടെത്തലുകളും കോടതി ശരിവെച്ചിട്ടുണ്ട്. അതേസമയം 8ാം പ്രതിയായ ദിലീപിനെതിരെ ബലാത്സംഗ കുറ്റം, അതുപോലെ തന്നെ തെളിവ് നശിപ്പിച്ചു എന്ന ഈ 2 കുറ്റങ്ങളും തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ ദിലീപ്, മേസ്തിരി സനൽ, ശരത് ജി നായർ എന്നിവർക്കെതിരെ ഉള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കുറ്റം ചെയ്ത ആദ്യ പ്രതികളെ കോയമ്പത്തൂരിലടക്കം ഒളിവിൽ താമസിക്കാനും കടക്കാനും സഹായിച്ചു എന്നുള്ള കുറ്റമായിരുന്നു മേസ്തിരി സനൽ, ശരത് ജി നായർ എന്നിവർക്കെതിരെ ഉണ്ടായിരുന്നത്. അവർ ഈ ഒരു കുറ്റം ചെയ്തതായി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ സഹായിച്ചതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതേപോലെ തന്നെയാണ് ദിലീപിന്റെ കാര്യത്തിലും പ്രോസിക്യൂഷൻ ദിലീപിനെതിരായ ഗൂഢാലോചന എന്ന് പറയുന്ന ആ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതായത് ആ കോടതിയുടെ കണ്ടെത്തലിലേക്ക് വരാം. അതുല്യ തുടരുക. കോടതിയുടെ പരിസരത്തും റോഡുകളിലുമെല്ലാം ദിലീപിന്റെ ആരാധകർ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ലഡു വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരുവിലൂടെ നടന്നു പോകുന്നവർക്കും കോടതി പരിസരത്തുള്ളവർക്കുമെല്ലാം ലഡു നൽകിക്കൊണ്ടിരിക്കുന്നു, പലരും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. തുടരുക അതുല്യ. ബനേഷ്, ദിലീപിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകി, അതായത് നടിയെ ആക്രമിക്കുന്നതിനായി പൾസർ സുനി അടക്കമുള്ള ആദ്യ പ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയെന്നും നടിയെ ആക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും ഗൂഢാലോചന നടത്തി എന്നുള്ളതുമാണ്. എന്നാൽ ഈ കോൺസ്പിറേഷൻ അഥവാ ഗൂഢാലോചന എന്നുള്ള ആ ഒരു കുറ്റം പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. കോടതിയെ കൺവിൻസ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജി ഈ ഒരു വിധിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നതും ഈ ഒരു മോട്ടീവ്
മോട്ടീവ് അഥവാ അത് ഈ ബലാത്സംഗം നടത്താനുണ്ടായ അതിലേക്ക് നയിച്ച കാരണം എന്നത് ഈ ദിലീപ് നൽകിയ കൊട്ടേഷൻ ആണ് എന്നുള്ള ആ ഒരു മോട്ടീവ്, ഈ നടന്ന കുറ്റകൃത്യത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഘടകം, അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതാണ് കോടതി കണ്ടെത്തിയ ഏറ്റവും സുപ്രധാനമായ കാര്യം. അതേസമയം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നേരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായും കോടതി പറയുന്നുണ്ട്. കൂട്ടം ചേർന്നുള്ള ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീക്കെതിരായ ആക്രമണം, സ്ത്രീക്കെതിരായ ബലപ്രയോഗം, ബലം പ്രയോഗിച്ച് തടവിൽ വെക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, ഒരു വ്യക്തിയുടെ സ്വകാര്യത ലംഘിച്ച് ദൃശ്യങ്ങൾ പകർത്തൽ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ചുമത്തിയിരിക്കുന്നത്. ഈ കുറ്റങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തെളിഞ്ഞു എന്നും പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും ശരിയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ഈ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയിൽ അതിന്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് നടൻ കൂടിയായ ദിലീപ് ആണ് എന്നും ആ ദിലീപ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് എന്നുമുള്ള കുറ്റമാണ് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയി എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബലത്തിൽ തന്നെയാണ്, അതായത് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺസ്പിറസി, മോട്ടീവിന് കാരണമായ കോൺസ്പിറസി എന്ന് പറയുന്ന ആ ഒരു ഘടകം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. ബനേഷ്, എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അവരുടെ ജാമ്യം റദ്ദാക്കുകയും എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ പൾസർ സുനി അടക്കമുള്ളവർ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയിരുന്നു. നിലവിൽ ഈ ഒരു വിധി വന്നതോടുകൂടി 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കുകയും അവരുടെ കസ്റ്റഡിയിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിധി വരുന്നത് വരെ, അതായത് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെ വരുന്ന 12-ാം തീയതി, വോട്ടെണ്ണലിന്റെ തലേ ദിവസമായ 12-ാം തീയതിയാണ് ഈ കോടതി ഇവർക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ആ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെ ഇവരെ എറണാകുളം ജില്ലാ ജയിലിലേക്കാണ് മാറ്റുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഈ ഒരു വളരെ കാലം നീണ്ടുനിന്ന വളരെ ബൃഹത്തായ ഒരു വിചാരണ നടന്ന, അതിലും ബൃഹത്തായ ഹർജികൾ വന്ന 90ഓളം ഹർജികൾ മാറി മാറി വന്ന ഒരു കേസിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. അതിൽ 8ാം പ്രതിയായാണ് ചലച്ചിത്ര അഭിനേതാവ് കൂടിയായ നടൻ ദിലീപിനെ പ്രതിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഗൂഢാലോചന, അതായത് കൂട്ടബലാത്സംഗത്തിലേക്ക് നയിച്ച ഗൂഢാലോചന നടത്തി അതിന് കൊട്ടേഷൻ നൽകി, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള 3 കുറ്റങ്ങളാണ് ദിലീപിന് മേലുണ്ടായിരുന്നത്. എന്നാൽ ഈ 3 കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കുന്നതിലും ഈ കുറ്റങ്ങൾ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ കുറ്റങ്ങൾ ചെയ്തു എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിനെതിരെയുള്ള ഈ കുറ്റങ്ങൾ കോടതി ദിലീപ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു 3 പ്രതികൾ മേസ്തിരി സനൽ, ശരത് ജി നായർ എന്നിവരും ഈ ഒരു കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടുണ്ട്. പകരം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രമാണ് ഇപ്പോൾ കുറ്റവിമുക്തരല്ലാതെ കുറ്റക്കാരാണ് എന്ന് പ്രതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ 6 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. അവരെ ഇനി എറണാകുളം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷന് ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഢാലോചന, ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ആ കാര്യത്തിൽ അഭിഭാഷകർ പരാജയപ്പെട്ടു, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ബാലേന്ദ്രകുമാർ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ, അതടക്കമുള്ള തെളിവുകളും ഇതിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഒരു പരാജയം എന്നുള്ള നിലയ്ക്ക് അതിനെ കാണേണ്ടി വരുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കൃത്യമായിട്ടുള്ള വിധി പ്രസ്താവം വന്നിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള വിധി, അവരുടെ ശിക്ഷാവിധി എന്താണ് എന്നുള്ളത് ഡിസംബർ 12-ാം തീയതി ആയിരിക്കും നൽകുക. അന്ന് അതിനു മുമ്പ് വിശദമായിട്ടൊരു വാദം കേൾക്കാനും സാധ്യതയുണ്ട്. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടൻ ദിലീപിനെ, 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു, കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. അവരുടെ ശിക്ഷ എന്തായിരിക്കും എന്നുള്ളത് ഇനി അറിയിക്കും. 8, 9, 10, 15 പ്രതികളെ വെറുതെ വിട്ട കാര്യം കൂടി ഓർമ്മിക്കുക. 8, 9, 10, 15 പ്രതികളെ, ദിലീപ് അടക്കം 8, 9, 10, 15 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 6 പ്രതികളാണ് ഇതിൽ കുറ്റക്കാർ എന്ന് കോടതി കൃത്യമായിട്ട് വിധിച്ചിരിക്കുന്നു. ഈ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഡിസംബർ 12-ാം തീയതി ആയിരിക്കും. അതായത് നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ തലേന്ന് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. ഈ 2017 ഫെബ്രുവരി 17 ശേഷമുള്ള ഈ 8 വർഷങ്ങൾക്ക് ശേഷം ഇതാ ദിലീപിന് കുറ്റക്കാരനല്ല, ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ തല ഉയർത്തിപ്പിടിച്ച്
കോടതിയിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുന്നു. ഇന്ന് കോടതിയിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടിയാണോ ദിലീപ് വന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പക്ഷേ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വലിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ രാവിലെ നടത്തി അതിനുശേഷം വന്ന് ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചു പോകാം, ആ രീതിയിൽ ആശ്വാസത്തോടു കൂടി തിരിച്ചു പോകാവുന്ന രീതിയിലേക്ക് കാര്യം നൽകിയിരിക്കുന്നു. പക്ഷേ ബി സന്ധ്യ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നുള്ളതാണ്. ബി സന്ധ്യ അടക്കം ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമെന്ന് സൂചിപ്പിച്ചിരുന്ന സമയത്ത് അന്തിമവിധി ആയിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അപ്പീൽ നൽകുമെന്ന് ബി സന്ധ്യ സൂചിപ്പിച്ചിരിക്കുന്നു. കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൂട്ടബലാത്സംഗം നടന്നു, അതിൽ പ്രേരണാകുറ്റം നിലനിൽക്കും എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഈ വിധി പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട കുറ്റക്കാർ ആരൊക്കെയെന്ന് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ദിലീപിനെ വലിയ ആഹ്ലാദാരവങ്ങളോടുകൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നു. തൻ്റെ ആരാധകർക്കും നേരെ കൈ വീശിക്കാണിച്ചുകൊണ്ടാണ് ദിലീപ് കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ലഡു വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു.